ടോപ്പ് സിംഗറിലെ നിങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടിപ്പാട്ടുകാർക്ക് വോട്ട് ചെയ്യാൻ MMC ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6 പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കഴിഞ്ഞ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? അപ്പൊ നമ്മുടെ ചേച്ചിമാരും ചേട്ടന്മാരും അനിയത്തിമാരും അനിയന്മാരൊക്കെ ഇവിടെ റെഡി ആയിരിക്കാണ്. നമ്മുടെ ഫ്രണ്ട്സ് റെഡിയാണ്. അപ്പൊ നമുക്ക് അവരെയൊക്കെ വെൽക്കം ചെയ്താലോ? ലെറ്റ്സ് വെൽക്കം മധു അങ്കിൾ, ആര്യ ചേച്ചി, MJ അങ്കിൾ. അപ്പൊ മധു അങ്കിൾ റെഡി അല്ലേ? റെഡി. അപ്പൊ എസ്തർ കുട്ടീനെ വിളിക്കട്ടെ. ലെറ്റ്സ് വെൽക്കം എസ്തർ സജീവ്. മധു, ഇപ്പൊ ഗ്ലൂം കുട്ടിയൊന്നുമല്ല കേട്ടോ. അല്ലല്ലേ? ഗ്ലൂം ഒക്കെ എവിടെ പോയി? പോയോ? ഒരൊറ്റ ഗ്ലൂം ഈ വഴിയേ വരാറില്ലേ? തപ്പി നോക്കിയാൽ പോലും കാണാൻ പറ്റുന്നില്ല. അത് ശരി. ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് ആ റബ്ബർ തോട്ടത്തിൽ ഒന്ന് എത്തി നോക്കിട്ട് പോയായിരുന്നു ആ ഗ്ലൂമിന്റെ ആള്. ഇപ്പൊ അതുമല്ല, ആ തോട്ടത്തിലേ വരാറില്ല ഗ്ലൂം. ആണല്ലേ? കുഞ്ഞിക്കുട്ടി, എന്തോ ആ ബോകളല്ലേ മേക്കൂട്ട? ആ ബോയും പൊട്ടും എന്തൊക്കെയാ. ആ ഉടുപ്പും കൊള്ളാം, നല്ല ക്യൂട്ട് ആയിട്ടുണ്ട്. കമ്മല് എല്ലാണ്ട്. ചേട്ടൻ മുന്നേ കണ്ടതിനേക്കാളും പല്ലൊക്കെ വന്നില്ലേ ഇപ്പൊ? ആ പല്ലൊക്കെ വന്നു. ഇല്ലേ? ആ എല്ലാം ശരിയായിട്ടുണ്ട് ഇപ്പൊ. മിടുക്കിയായി. ആ വിടവൊക്കെ നകന്നു. ചുന്ദരീസണോ? യെസ്. ആണോ? ആണോ? എത്ര ചുന്ദരീസ? കൊറേ. ഭയങ്കര സുന്ദരിയാ. എസ്തറോടാ, ഇന്ന് ചങ്സ് ചോയ്സ് അല്ലേ? നമുക്ക് നോക്കണ്ടേ ആരെ ആയിരിക്കും ഇഷ്ടം? ആരെ ആയിരിക്കും സെലക്ട് ചെയ്യാൻ പോകുന്നത്? ആരായിരിക്കും? നമുക്ക് നോക്കല്ലേ? വല്ല പടി കിട്ടുമോ? പണി കിട്ടുമോന്നും കൂടെ നമുക്ക് അറിയണം. അല്ലേ? എക്സൈറ്റഡ് ആണോ? അതോ പേടിയുണ്ടോ എസ്തർ കുട്ടിക്ക്? പേടിയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. നമ്മള് പേടി എന്താന്ന് പോലും അറിഞ്ഞൂടെ? പേടി എന്ന് പറഞ്ഞ എന്താ? ഭയം എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ? നോക്ക ചങ്സ് ചോയ്സ് വന്നിരിക്കുന്നു. ചേട്ടാ ആരെ വേണ്ടേ ഇന്നത്തെ 4 പേര്? മധുകളുടെ. കോമഡിയൊക്കെ പറയാറില്ലേ? അതുകൊണ്ടാണാ? ഓ അതുകൊണ്ടാട്ടാ. ആ ഇപ്പൊ മധുവിന്റെ ഡാൻസ് ആണ് കേട്ടാ. ഡാൻസ് അല്ല. ഡാൻസ് വരുന്നില്ലേ? ഓ എന്റെ പൊന്നേ. ഓ തീയൊക്കെ. മധുര ഗാനം. എങ്ങനെയുണ്ട് ഡാൻസ്? കൊള്ളാം, നന്നായിട്ടുണ്ട്. വൃത്തിയുടെ മാറി കിട്ടിയിട്ടുണ്ടല്ലേ? അതെ, മധു ആ ഭാഗത്തേക്ക് ഒന്ന് മാറി കിട്ടി. ചേട്ടൻ വന്നു തുടങ്ങി. രണ്ടും അങ്ങോട്ടും തല്ലേ. അപ്പൊ എസ്തർ ബേബി, എന്തോ ഏത് പാട്ടാ മധുര ഗാനത്തില് പാടാൻ പോകുന്നേ? മാനസമണി വേണുവിൽ. മാനസമണി വേണുവിൽ. ആ ഉഗ്രം പാട്ടാണല്ലേ അത്? നല്ല പാട്ടല്ലേ? ആ ഇതാരാ സെലക്ട് ചെയ്തേ? അതുങ്ങള്. ഓക്കെ, അപ്പൊ തുടങ്ങിയാലോ? റെഡി അല്ലേ? റെഡി. അപ്പൊ എല്ലാവരും നമ്മുടെ എസ്തർ കുട്ടിക്ക് വോട്ട് ചെയ്യണം. QR കോഡ് സ്കാൻ ചെയ്ത് നമ്മുടെ എസ്തർ കുട്ടിക്ക് വോട്ട് ചെയ്തോ. മാനസ
സിന്ദൂരം ചാർത്തിയില്ല, മന്ദാരം ചൂടിയില്ല. സിന്ദൂരം ചാർത്തിയില്ല, മന്ദാരം ചൂടിയില്ല. അലങ്കാരം തീരും മുൻപേ മലർപാടൻ വന്നു മുൻപിൽ. മാനസമണി വേണുവിൽ ഗാനം പകർന്നു ഭവാൻ. മായാത്ത സ്വപ്നങ്ങളാ മണിമാല ചാർത്തി മനം. മാനസമണി വേണുവിൽ ഗാനം പകർന്നു ഭവാൻ. വെരി ഗുഡ് മോളെ. താങ്ക് യു. സൂപ്പർ. കൊള്ളാം കൊള്ളാം കൊള്ളാം. മധു ഉം. എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നല്ലോ, നന്നായിട്ട് പാടി അല്ലേ? ഉം. ഈ പ്രായമൊക്കെ വെച്ച് നോക്കുമ്പോ നന്നായിട്ട് പാടി താങ്ക് യു. അല്ലേ? നന്നായിരുന്നു. ചില സ്ഥലങ്ങളിൽ കുറച്ച് ശ്രുതി പ്രശ്നം, ഗ്ലുമൊന്നും ഉണ്ടായതേ ഇല്ല കേട്ടോ. ഉം. അല്ലേ? ഗ്ലുമൊന്നും ഇല്ല ഇപ്പൊ. ഈ വഴി വരാറില്ലേ ഇപ്പൊ? അതെ അതെ അതെ, അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കാണ്ടിരിക്കാൻ നല്ലത് ഇനി ആ, അല്ലേ? അത് വരുന്നേ ഇല്ല, ഈ ഭാഗത്തേ ഇല്ല. അതെ. എന്നോട് വരണ്ടാന്ന് പറഞ്ഞു. നീ ഒരിക്കലും വരണ്ട. ചില സ്ഥലങ്ങളിൽ ശ്രുതി പ്രശ്നം ഉണ്ടായിരുന്നു. ചില ഭാഗങ്ങൾ വളരെ മനോഹരമായിട്ട് പാടുകയും ചെയ്തു കേട്ടോ. ഉം. അതിൽ എനിക്ക് തോന്നിയത് മാനസ മണിവേണുവിൽ മാനസ എന്ന് പാടുന്നില്ലേ? അങ്ങനെ ചേഞ്ചിൽ പാടുന്നില്ലേ? അതെങ്ങനെയത്? മാനസമണി അത് ചില സമയത്ത് എത്തുന്നില്ല, ചില സമയത്ത് അത് പുഷ് അങ്ങനെ തള്ളുന്നത് അങ്ങനെ കൂടി പോകുന്നുണ്ട്, അപ്പോൾ ഷാർപ്പായി പോകുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അത് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് പല്ലവിയിൽ അത് കറക്റ്റായിട്ട് വന്നു. മാനസ അത് കറക്റ്റായിട്ട് വന്നു. ആ പിന്നെ പ്രേമാർദ്ര ചിന്തകളാൽ പൂമാല തീർക്കും മുൻപേ നന്നായിരുന്നു. താങ്ക് യു. അത് കഴിഞ്ഞിട്ട് വന്ന പൂജാഫലം അത് കുറച്ച് അതെങ്ങനെയാ പാടി? അതെന്താ സംഭവം എന്ന് പറയട്ടെ. അത് അതിന് മുമ്പിലത്തെ ലൈൻ ഇങ്ങനെ കണക്ട് ചെയ്ത് വന്നിട്ട് വരുമ്പോ അത് കഴിഞ്ഞിട്ട് വരുമ്പോ ഈ പൂജാഫലം, അതുപോലെ തന്നെ അതിന്റെ ചരണത്തില് മന്ദാരം ചൂടിയില്ല അലങ്കാര, അതിങ്ങനെ ചേർന്ന് വരുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ, ഒരു ശ്രുതി കൺഫ്യൂഷൻ വരുന്നുണ്ട്. അതായത് സ്ട്രെയിൻ, അതായത് എത്താൻ പറ്റില്ലാത്ത രീതിയിൽ അതിങ്ങനെ എത്തിക്കുന്ന പോലെ തോന്നുന്നു. അതെ, എന്നിട്ട് അവിടെ വോള്യൂം കൂടിയിട്ട് പെട്ടെന്ന് ഇങ്ങനെ എന്താ പറയാ ഷൗട്ട് ചെയ്യണ പോലെ പെട്ടെന്നൊരു വോള്യൂം കൂടി. അവിടെ അങ്ങനെയൊക്കെ അങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളാണ് ഉണ്ടായത്. പിന്നെ മിഡ് പല്ലവിയിൽ അതുപോലെ തന്നെ ഇത് മാനസ മണിവേണുവിൽ അതും ഈ പറഞ്ഞ പോലെ കുറച്ചൊന്ന് ശ്രുതി ചേരണം തോന്നി. മിഡ് പല്ലവിയുടെ തുണ്ട് പല്ലവി ഇതൊക്കെ ഉള്ളൂ. പക്ഷെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. വളരെ നന്നായിട്ട് പാടി, നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. അല്ലേ? ഇതൊക്കെ എങ്ങനെയാ ഇതൊക്കെ സംഭവിക്കണേ? എനിക്കറിയില്ല. കുറച്ചും കൂടി ഒന്ന് മെച്യൂരിറ്റി വന്ന പോലെ തോന്നുന്നു പാട്ടില് അല്ലേ? മധുവങ്കള് ലോങ് ലീവിന് പോയത് കൊണ്ടാണ് ഇതൊന്ന് കാണാനത്. ഇടക്കിടക്കൊക്കെ ഇവിടെ ഒന്ന് വരണം. പോയിട്ട് വന്നപ്പോഴത്തേക്കും അത്ഭുതങ്ങളാണ് നടക്കുന്നത് ഇവിടെ. അതെ 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 അതെ. മീയക്കുട്ടി മീനൂട്ടി മാറി മീയക്കുട്ടിയായി. എന്തൊക്കെ അത്ഭുതങ്ങളാന്ന് നോക്കിയേ. അപ്പോ എസ്തർ കുട്ടി, അപ്പൊ ഇതൊക്കെയാണ് ഉണ്ടായ ചെറിയ പ്രശ്നങ്ങൾ. ബാക്കി ഭാഗങ്ങളൊക്കെ നന്നായിരുന്നു, നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. വെരി ഗുഡ്. ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ എസ്തർ കൂട്ടൻ പാടുമ്പോഴേ എനിക്ക് ഏറ്റവും വളരെ പ്രധാനമായിട്ട് തോന്നുന്നത് അതാണ്. അതിന്റെ ഹാർട്ട് ഓഫ് ദി മാറ്റർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പാട്ട് പാടുകയല്ല, പാട്ട് അനുഭവിക്കുകയാണ്. അതെ അതെ. പലരും നമ്മൾ പാട്ട് പാടുന്നതായിട്ട് അല്ലേ മിയൻകുട്ട? അത് മിയൻകുട്ടനും പാടിയിരുന്ന സമയത്ത്, ഇപ്പോൾ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ഞാൻ പാടിയിരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ടോപ്പ് സിംഗറിൽ പാടിയിരുന്ന സമയത്തും ഇപ്പോഴും തമ്മിലുള്ള വ്യത്യാസം ചിലപ്പോ മിയൻകുട്ടൻ ഇപ്പൊ പാട്ട് കൂടുതൽ അനുഭവിക്കുന്നു എന്നുള്ളതായിരിക്കും അല്ലേ? മനസ്സിലാക്കി പാടുകയും ആ പാട്ട് ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അത് കേൾക്കുന്നവർക്കും പാട്ട് ഒരു എക്സ്പീരിയൻസ് ആയിട്ട് മാറുന്നു. അത്
ഈ കൊച്ചു പ്രായത്തിൽ അത് എക്സ്പീരിയൻസ് ആക്കാൻ പറ്റുന്നു എന്നുള്ളത് ഒരു റെയർ ടാലന്റിനെയാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരം വഴികളിൽ മുന്നോട്ട് പ്രോഗ്രസീവായിട്ട് നമ്മുടെ കുഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ളതേ എസ്തർകുട്ടി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഭാവമാണ്, എക്സ്പ്രഷൻസ് ആണ്. എക്സ്പീരിയൻസ്, അത് അനുഭവവേദിയാണ്. അതെ, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത്. അതാണ് പാട്ടൊരു അനുഭവമായിട്ട് പഠിക്കുക തന്നെ. അതെ അതെ അതെ, അതാണ് ടാലന്റ്. അത് റെയർ ടാലന്റ്. അപ്പൊ അത് നാച്ചുറലി ഉള്ളതാണ്. ഒരു ചെറിയ കക്ഷിയൊന്നും അല്ല ഇവിടെ നിക്കണത്, ഒരു വലിയ സംഭവം അല്ല. ഈ ഫീല് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ലല്ലോ, നാച്ചുറൽ ആയിട്ട് വരണതാണ്. അതിന് ഒരുപാട് എഫേർട്ട് ഇല്ല. അങ്ങനെ അനുഭവിപ്പിക്കാനായിട്ട് എഫേർട്ട് ഇല്ല മോക്ക്. ഈ അനുഭവിക്കുന്നവർക്കും അതിനകത്ത് കൂടുതൽ എഫേർട്ട് ഇടേണ്ട ആവശ്യമില്ല. കാരണം അവരിലേക്ക് ഈ പാട്ട് വന്ന് കയറുകയാണ്. എനിക്ക് ഒരുപാട് അനുഭവം തന്ന വരികൾ എന്ന് പറയുന്നത് മണിമാല ചാർത്തി മനം എന്ന് പാടിയില്ലേ, ഒന്നുകൂടെ പാടി കേൾപ്പിക്കാമോ കുഞ്ഞെ? അത് എന്ത് രസമായിട്ടാണ് അത് തുടങ്ങുന്നത്. ഒന്നുകൂടെ അതെങ്ങനെയാണ് ആ ഗ്രാഫ് വരച്ച് പാടുകയാണ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ പ്രേമാർദ്ര ചിന്തകളാൽ പറഞ്ഞില്ലേ, ആ ചിന്തകൾ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. പിന്നെ മലർബാണൻ എന്ന് പ്രൊണൗൺസ് ചെയ്ത് എനിക്ക് സാധാരണ കുഞ്ഞു പാടുമ്പോഴത്തേക്ക് ചിലതൊക്കെ കുഴഞ്ഞു പോകല്ലോ, പക്ഷെ മലർബാണൻ കറക്റ്റ് ആണ്. അതെങ്ങനെ പാടിയ അലങ്കാരം തീരും മുൻപേ മലർബാണൻ വന്നു മുൻപേ. ആ മാനസ മണിവേണുവിൽ നിന്ന് ഒരു ബ്യൂട്ടിഫുൾ മ്യൂസിക് ആണ് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്ന താങ്കള്. വളരെ ഇഷ്ടപ്പെടുന്നു. ഇപ്പൊ പല്ലും വന്നു, രായൻ റായൊക്കെ വന്നല്ലോ, എല്ലാം വന്നു അല്ലേ ക്യാപ്റ്റൻ? ഒത്തിരി 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 വർഷങ്ങൾക്ക് മുമ്പേ ഒരു ദിവസം പി ഭാസ്കരൻ മാസ്റ്ററിന് ഒരു ഫോൺ വരികയാണ്. പറഞ്ഞാൽ പുതിയൊരു സിനിമയിൽ പാട്ട് എഴുതണം, അപ്പോ ബോംബെക്ക് ചെല്ലണം. അപ്പൊ അങ്ങനെ ഫ്ലൈറ്റ് എടുത്ത് അന്നത്തെ കാലത്ത് ബോംബെയിൽ എത്തുന്നു. അപ്പൊ പറയുന്നു ഇതിന്റെ മ്യൂസിക് കമ്പോസർ ഉഷ ഖന്ന ജി ആണ്. അപ്പൊ അങ്ങനെ അവരുടെ വീട്ടിൽ പോകുന്നു. അപ്പൊ പറയുന്നു 5 പാട്ടുണ്ടെന്ന്. അപ്പൊ 5 പാട്ടിന്റെയും ഈണം കേൾക്കുന്നു. ആദ്യത്തെ പാട്ടിന്റെ ഈണം ഇങ്ങനെയായിരുന്നു ഉഷ ജി പാടിയത്. ക്യൂ മനസി നഹി നാ ന ന ന ന ന തരരാ ന ന ന ന ന. ക്യൂ മനസി നഹി എന്നാണ് പറഞ്ഞത്, പാടി ഒരു ഡമ്മി പോലെ. അപ്പോ ഭാസ്കർ മാസ്റ്റർ പറഞ്ഞു, നീ മധുപകരു മലർച്ചൊരിയൂ. അങ്ങനെ ഇതില് അങ്ങനെ 5 പാട്ടുകൾ അദ്ദേഹം ഒരൊറ്റ ദിവസം കൊണ്ട് 5 പാട്ടുകൾ എഴുതി അത് ഓക്കെ ആക്കി തിരിച്ച് അടുത്ത ദിവസം ബോംബെയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഫ്ലൈറ്റ് എടുത്ത് എന്നുള്ളൊരു കഥ കണ്ടിട്ടുണ്ട്. അപ്പൊ ഭയങ്കര രസമാണല്ലേ ഓരോ കോമ്പോസിഷൻസ് എങ്ങനെയാണ് ഉണ്ടായത്, അതിന്റെ പുറകിലുള്ള സ്റ്റോറി. എനിക്ക് ഐ ജസ്റ്റ് ലവ് ദീസ് സ്റ്റോറീസ്. ഭയങ്കര രസമാണ്. അത് നമുക്കും ഇൻസ്പിറേഷൻ ആണ് പുതിയതായിട്ട് നമുക്ക് ഉണ്ടാക്കാനും കേൾക്കാനും. മുകിലേ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, ഉണരൂ വേഗം നീ സുമറാണി. അതും ഈ അങ്ങനെ 5 പാട്ടുകളുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മ്യൂസിക്കൽ കൂടിയാണ് ഈ മൂടൽമഞ്ഞ് എന്ന് പറഞ്ഞ സിനിമ. അതിലെ പാട്ടാണ് കുഞ്ഞു പാടിയിരിക്കുന്നത്. ഗംഭീരം. മിടുക്കിയാണല്ലോ. എന്തൊരു മിടുക്കിയ, വൻ പ്രോഗ്രസ്. സിന്ദൂരം മന്ദാരം ചൂടിയില്ല, അലങ്കാരം തീരും മുൻപേ മലർബാണൻ വന്നു മുൻപേ. സൂപ്പറായിട്ട് പാടി. ഒരുപാട് നല്ല 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 ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. എസ്പെഷ്യലി ആ ഹൈ ഒക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് ആ ഒരു ഫോൾ ഉണ്ടല്ലോ, താഴോട്ടേക്ക് വരുന്ന ഒരു ഫോൾ ഭയങ്കര രസമായിട്ട് പാടുന്നുണ്ട് കേട്ടോ. മിടുക്കിയാണേ. എനിക്കും തോന്നിയത് ആ ഒരു ഫീലാണ്. അത് ആ നാച്ചുറലി എസ്തർ കുട്ടിക്കുള്ള ഒരു ടാലന്റ് ഉണ്ട്, ആ ഒരു ഫീല് വരാൻ വേണ്ടിയിട്ട്, അതിന്റെ മോഡുലേഷൻസ് വരുത്താൻ വേണ്ടിയിട്ട്. പറഞ്ഞ പോലെ നോട്ട്സ് അറിയില്ലായിരിക്കും, അല്ലെങ്കിൽ എന്താണ് അതിന്റെ കാര്യം എന്താ പറയുന്നത്, അല്ലെങ്കിൽ ലിറിക്സ് എന്താ പറയുന്നതെന്ന് ഒന്നും ചിലപ്പോൾ മനസ്സിലായിട്ടായിരിക്കില്ല. പക്ഷെ ഭയങ്കര ഫീലായിട്ടാ പാടുന്നത് കേട്ടോ. മിടുക്കിയാണേ. ആകെ സ്വപ്നങ്ങളാൽ നിന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. സ്വപ്നങ്ങളാൽ നിന്ന് തന്നെ പാടാൻ നോക്കണം കേട്ടോ. അതുപോലെ പൂജാഫലം. ഓക്കെ,
അപ്പൊ അങ്ങനത്തെ കുഞ്ഞു 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 പ്രശ്നങ്ങൾ മാത്രമേ ഞാനും കണ്ടുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ ഹൈയില് പാടുമ്പോഴത്തേക്കും എസ്തർ ബേബി എന്താ ചെയ്യണേന്ന് പറഞ്ഞാല് ഭയങ്കര ഒച്ചയിൽ ഇങ്ങനെ പാടുക ചെയ്യുന്നത്. ഹൈ വരുമ്പോഴത്തേക്ക് വോളിയം കൂടുക ചെയ്യണേ. അപ്പോഴാണ് എസ്തർ ബേബിക്ക് ആ മേൽഭാഗത്ത് കൺട്രോൾ കിട്ടാതെ ആവുന്നത് ആ ഹൈ പാടുന്ന പോർഷൻസിൽ മാത്രമാണ്. പക്ഷെ നമ്മുടെ കുഞ്ഞാവയല്ലേ, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് മെല്ലെ മെല്ലെ അങ്ങ് പഠിക്കും എസ്തർ ബേബി കേട്ടോ. അതിന്റെ എല്ലാ സ്റ്റേജസും ഇങ്ങനെ കാണാനുണ്ട്. ഓക്കെ, മിടുക്കിയാണേ. എനിക്ക് കോസ്റ്റ്യൂമും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ശരിയാടേ, ഉടുപ്പ് കൊള്ളാം. ഉടുപ്പ് നല്ല കറക്റ്റ് ഉടുപ്പ്, ഈ പാട്ടിന് പറ്റിയ ഉടുപ്പ്, നല്ല കളറും കേട്ടോ. മിടുക്കിയ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഓ നമുക്ക് പകരണ്ടേ? പകരണ്ടേ എന്നുവെച്ചാ അവിടെ ഇരിക്കുന്ന ആളെ പകരണ്ടേ? ആ ആരത്? മധുക്കളല്ലേ? നീ മധു പകരൂ. അല്ലേന്ന് ഞാൻ എനിക്കിപ്പോഴാണ് കത്തിയത്. ആണല്ലേ? എന്താണ് ഈ പകരുന്നു പറയുന്നത്? എന്താണ് ഇത്ര ലേറ്റ് ആയത് കത്താൻ? മധു, ഒന്ന് മധു പകരൂ. ഓക്കെ, നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് പകരാം. ആ. നീ മധുപകരു മലർ ചൊരിയു അനുരാഗ പൗർണമിയേ, നീ മധുപകരു മലർ ചൊരിയു അനുരാഗ പൗർണമിയേ, നീ മായല്ലേ മറയല്ലേ നീല നിലാവൊളിയേ, നീ മധുപകരു മലർ ചൊരിയു അനുരാഗ പൗർണമിയേ. ആഹാ, എത്ര ദിവസമായി മധുകുട്ടന്റെ പാട്ട് കേട്ടിട്ട്. ശരിക്കും മിസ് ചെയ്തു കേട്ടോ. മധു മധുരം. ഇതാണ് മധു പകർന്നത്. ഓ ഇപ്പൊ അടിപൊളി. ഇപ്പാണ് മേഘോട്ടേക്ക് കത്തിയെന്നുള്ളത്. അപ്പൊ എസ്തർ കുട്ടാ, എന്തോ നമ്മുടെ ഫീലു ബേബി അല്ലേ എസ്തർ ബേബി? അപ്പൊ ഞാൻ ഇന്ന് ഫീലൂന് കിട്ടിയ മാർക്ക് പറയട്ടെ. ഇറ്റ് ഈസ് 97 ഔട്ട് ഓഫ് 100. ബൈ 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 എസ്തർ ബേബി. ആരി ചേച്ചി, യെസ് മിയ കുട്ടി. നീ നമുക്കൊരു ഡുവറ്റ് പെർഫോമൻസ് ആയാലോ? എനിക്ക് കേൾക്കാൻ കൊതിയാവുന്നു. ഓ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഡ്യുവറ്റ്. ആണോ? ആരാ വരാൻ പോന്നെ? പാടാൻ വരുന്ന ആളെ ഇഷ്ടപ്പെടും. ആ ജിത ചേച്ചിയും ആ. ശ്രീയ ചേച്ചിയുമാണ്. ഓ സൂപ്പർ കോമ്പിനേഷൻ. വെൽക്കം ചെയ്താലോ? വെൽക്കം, വിളിക്കാം. അപ്പൊ ലെറ്റ്സ് വെൽക്കം ജിത ചേച്ചി ആൻഡ് ശ്രീയ ചേച്ചി. ഹലോ. ഹായ്. ട്വിൻസ് ആണോ? അതേപോലെ ഇരിക്കുന്നത്. ഇതാരാ? ഞാൻ മനസ്സിലായില്ല അല്ലേ? ഓർമ്മയുണ്ടോ? മറന്നുപോയി അല്ലേ? പുതിയ ഒരാള്. പുതിയ ജഡ്ജാണോ? ആ. പുതിയതായിട്ട് ഇവിടെ വന്നതാ. ജഡ്ജ് ഇവിടെ ആരും ജഡ്ജില്ലാടോ. അല്ല, പുതിയ കൂട്ടുകാരാണോ? ആ. ഒരാളാണോ? മനസ്സിലായില്ല അല്ലേ? ഇപ്പൊ ആര്യ ചേച്ചി പുതിയ ആണെന്ന് തോന്നുന്നല്ലേ? പുതിയ അതെ. തോന്നുന്നു. ആ ശബ്ദം പോലും കേട്ടിട്ട് ഒട്ടും പരിചയമില്ല. മധു ബാലകൃഷ്ണൻ പുതിയ രൂപത്തിൽ പുതിയ ഭാവത്തിൽ. Yes. ഈ പറഞ്ഞ എന്നറിയാമോ? പിന്നെ എന്നെ എല്ലാവർക്കും അറിയാം. ഇതൊക്കെ ഞങ്ങള് ഇവിടുത്തെ കണ്ടസ്റ്റൻസ് ആണ് കേട്ടോ. ആണല്ലേ? പേര് പേര് എന്റെ പേര് ജിത. എന്താ? ശുക്രിയ? ശുക്രിയല്ല, ആ. ശ്രീയ. പ്രിയ. ജിത. ഓക്കെ, ഞാൻ കേട്ടത് ശുക്രിയ എന്നാ കേട്ടത്. ശുക്രിയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ആ, ഉണ്ട്, എന്താ- ഉണ്ട്. എന്താണ്? ബന്ധമുണ്ട്, ബന്ധമുണ്ട്. ആണോ? ആ. എന്താണ്? പാട്ട് ചിക് 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 ഓ ചിക്. അതിന് അതാണ്. പാടാൻ ഓ പറ്റും. അങ്ങനെ. കർത്താവ് കർമ്മം ക്രിയ. അതാണ് മധുകൂടാ. ഓ ഇവരുടെ പേര് ഇങ്ങനെയാണ് പറയാൻ പോന്നെ. ആ. വി ആൻഡ് വി എന്ന് കണ്ടുപിടിക്കാമോ? അത് നമ്മുടെ ബാലേന്ദ്രമേനോൻ ചേട്ടന്റെ പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻസ് ആണ്. ഇത് അതുപോലെ പ്രൊഡക്ഷൻ കമ്പനിയാണ് രണ്ടുപേരും കൂടെ. ആണല്ലേ? ആണോ? വി മനസ്സിലായില്ല. ക്ലൂ വേണം, ക്ലൂ വേണം, ക്ലൂ വേണം എം ജെ സർ. രണ്ടുപേരുടെ പ്രത്യേകതകളാണ് ഞാൻ. ഒരാൾ വി, മറ്റേത് വി. വേഴ്സറ്റൈൽ. വീര. ഞാൻ അല്ലല്ല, വീരല്ല, ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വെൽവെറ്റ്. വോയിസ് വേഴ്സസ് അതാണ് വി ആൻഡ് വി. സൂപ്പറാണ്. ഇനി
എവിടെയായിരുന്നു മധു ഞാൻ വിളിച്ചതിന്റെ പേര് പോലും മറന്നുപോയെന്ന്. മറന്നു പോയാലേ ഇനിയും വൈകിയാല് ആണല്ലേ? മിസ് ചെയ്തല്ലേ ഭയങ്കരമായിട്ട്. പുതിയ സ്റ്റൈല്. എങ്ങനെയുണ്ടായിരുന്നു അച്ഛന്റെ ബർത്ത്ഡേ ആഘോഷമൊക്കെ? അടിപൊളിയായിരുന്നു. മധുസാറിന്റെ ഞാൻ എനിക്ക് അയച്ചു തന്നു. ഷോ ടിവിയിലാണ്. അതിന്റെ മുന്നിൽ നിന്നിട്ട് കേക്ക് കട്ടിയത് എനിക്ക് അയച്ചു തന്നു. നമുക്ക് ട്രീറ്റ് കിട്ടിയില്ലല്ലോ. കേക്ക് എനിക്കും കിട്ടിയില്ല. വാട്ട് ഇസ് ദിസ് സുജേഷ്? So sad. ഇതൊന്നും ശരിയാവില്ല. ഞങ്ങള് കഴിച്ചു, പക്ഷെ ഞങ്ങള് കഴിച്ചില്ല. മീൻകുട്ട ഒന്നുകൂടെ റെക്കമെൻഡ് ചെയ്ത് ശരിയാവില്ലെന്ന്. ശരിയാവൂല. ഞങ്ങക്ക് കിട്ടിയില്ല എന്നിട്ടല്ലേ ഇനി എന്നാ വാപ്പിച്ചു തന്നെ? ഇപ്പൊ വന്ന് പോയിട്ടുണ്ട്. അല്ല, ഫുഡൊക്കെ കിട്ടണേ. എന്തെങ്കിലൊക്കെ ജിത എന്തെങ്കിലുമൊക്കെ കഴിക്കാനൊക്കെ കൊണ്ടുവരാറുണ്ടല്ലോ, അതുകൊണ്ട് ചോദിച്ചു. അതെ അതെ ഒരു ശരിയല്ലോ, ഉന്നക്കായ പോലെ കിട്ടിയില്ല. അതെ. ഞാൻ കൊടുന്ന് പെരുന്നാളിന്റെ എപ്പിസോഡിൽ കൊണ്ട് പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് 1 വർഷമായി. ഇനിയും വേണം. എന്തായാലും അന്നത്തെ ഉന്നക്കായ്ക്ക് ഇപ്പൊ ശുക്രിയ. ശുക്രിയ. രണ്ടുപേർക്കും ശുക്രിയ. അപ്പൊ ആ കേക്ക് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ശുക്രിയ. ശുക്രിയ. എന്നാ തുടങ്ങിയാലോ? ശുക്രിയ. Yes. ഡീറ്റെയിൽസ്. ഇയർ 1999. മൂവി നിറം. മ്യൂസിക് കമ്പോസർ വിദ്യാസാഗർ സർ. ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സർ. സിംഗേഴ്സ് യേശുദാസ് സർ, ശബ്നം മാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. അപ്പൊ എല്ലാവരും ശ്രീയ ചേച്ചിക്കും ജിത ചേച്ചിക്കും വേണ്ടി വോട്ട് ചെയ്യുക. QR കോഡ് സ്കാൻ ചെയ്തിട്ട് വോട്ട് ചെയ്യുക. ഒരു ചിക് 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 ചിറകിൽ മഴവില്ലു വിരിക്കും മനസ്സേ ശുക്രിയ ശുക്രിയ. ഹേ കുക്കു കുക്കു കുറുകി കുഴലൂതി പാടും കുയിലേ ശുക്രിയ ശുക്രിയ.
ശുക്രിയ. ഈ എന്തൂസിയാസം ഉണ്ടല്ലോ, അതിന് ആദ്യത്തെ ശുക്രിയ. താങ്ക് യു. ഈ എനർജി ഉണ്ടല്ലോ, അതിന് രണ്ടാമത്തെ ശുക്രിയ. ശുക്രിയ. ഈ കോർഡിനേഷൻ ഉണ്ടല്ലോ, അതിന് മൂന്നാമത്തെ ശുക്രിയ. നാലാമത്തെ ശുക്രിയ. എന്തിനു വേണ്ടി? ഡാൻസിന്. യാ. ഇന്ന് പറയുന്നൊക്കെ ശരിയാവുന്നുണ്ടല്ലോ. പിന്നെ ഒരു ശുക്രിയ വോയിസ് മോഡുലേറ്റ് ചെയ്ത് പാടിയത്. പാടിയതിന് ആ, വോയിസ് മോഡുലേഷൻ. അതിനും ഒരു ശുക്രിയ. ശുക്രിയ. അതെ അതെ. അതില് ചരണത്തിലെ ഫസ്റ്റ് ലൈൻ പാടിയില്ലേ, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും, അത് ഭയങ്കര രസമായിരുന്നു കേട്ടോ. യെസ്. ഈ വോയിസ് ട്വിക്ക് ചെയ്ത് പാടിയത്, അത് പഠിക്കേ. കാന്തലൻ നേരിൽ വന്നാൽ കേനൽ സാരേ ശുക്രിയ. क्या करूं मंगल होगा मेरी बहना बाय बाय शुक्रिया. ശുക്രിയ. ഓക്കെ, എനിക്കൊരു അഭിപ്രായം ഉണ്ടേ, ഇനി സ്ഥിരമായിട്ട് ഈ ശബ്ദങ്ങളിൽ പാടിയാൽ മതി. നന്നായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. മാച്ച് ചെയ്തു. ഇപ്പോഴാണ് കറക്റ്റ് മാച്ച് ചെയ്ത്. അതെ. കാന്തലൻ നേരിൽ വന്നാൽ കേനൽ സാരേ ശുക്രിയ. क्या करूं मंगल होगा मेरी बहना बाय बाय शुक्रिया. ശുക്രിയ. ഹോയ് शुक्रिया. ശുക്രിയ. കാതലൻ നേരിൽ വന്നേൻ കേനൽ സാരേ ശുക്രിയ. क्या करूं मंगल होगा मेरी बहना बाय बाय शुक्रिया. ശുക്രിയ. ഹോയ് शुक्रिया. ശുക്രിയ. പിന്നെ റിത്തമിക്കായിട്ട് പാടാനായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഭയങ്കര നിറമുള്ള ഒരു പാട്ടാണ് അല്ലെ, ആ സിനിമ പോലെ തന്നെയാണ്, ഭയങ്കര നിറമാണ്. അപ്പൊ ഈ എഫേർട്ട്ലെസ് ചാം എന്ന് പറഞ്ഞൊരു സാധനം നിങ്ങൾ രണ്ടുപേരിലും ഉണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വേഴ്സറ്റൈൽ വോയിസ് ആൻഡ് വെൽവെറ്റ് വോയിസ് എന്ന് പറഞ്ഞത്. ആക്ച്വലി ബോറാകുമ്പോൾ മോഡേൺ ലൈഫ് ശുക്രിയ. ടോട്ടലി ഫൂളാകുമ്പോൾ ക്യാമ്പസ് ലവ് ബൈ ബൈ ശുക്രിയ. 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 അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ന് മാറി കളിക്കുന്നുണ്ടായിരുന്നു. ചില സ്ഥലത്ത് ഒരു വെൽവെറ്റ് വോയിസ് അവിടെ നിന്ന് വന്നു ജിതു. ആൻഡ് ശ്രീയ ഇന്ന് വളരെ വേഴ്സറ്റൈലായിട്ട് പാടി. എന്താ വെച്ചാൽ ആ ശബ്ദം ട്വിക്ക് ചെയ്ത് അതാണ് കാണിക്കുന്നത്. അപ്പൊ ശ്രീയക്ക് അത് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്, അത് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പൊ വോയിസിലുള്ള ഈ ഫാൻസി ഡ്രസ് ഇനി തുടരാവുന്നതാണ്. ദാറ്റ് വാസ് വണ്ടർഫുൾ. ഈ കോസ്റ്റ്യൂമിൽ വളരെ നന്നായിരിക്കുന്നു. ഇത് രണ്ട് ഷർട്ടൊക്കെ കകമാരുടെ ബ്രദേഴ്സിന്റെ ആണോ? അത് ശരി. അവർക്ക് ഒരുപോലെ ഒരു ഷർട്ട് ആണോ? പക്ഷെ ഇതിനിടയിൽ ഒരു പരീക്ഷ നടന്നു കേട്ടോ, പാട്ടിനിടയിൽ ഒരു പരീക്ഷ, ഒരു ലോഡ് ഷെഡിങ്ങും ഉണ്ടായിരുന്നു. ആ ലോഡ് ഷെഡ്. അത് പിന്നെ അത് കഴിഞ്ഞാൽ ശുക്രിയ നാടെന്ന് അറിയുന്നതുകൊണ്ട് അപ്പാട് തന്നെ രക്ഷപ്പെട്ടു. അപ്പൊ സംഗതി കിട്ടി പോയാ പോയി എന്നുള്ള രീതിയിലായിരുന്നു അല്ലെ. ശുക്രിയ, ആ ശുക്രിയ ഒന്ന് പാടി കേൾപ്പിക്കാമോ? ശുക്രിയ. അപ്പൊ ഈ ശുക്രിയ ഏകദേശം ബോധിച്ചു. അടുത്ത ശുക്രിയ. ശുക്രിയ. ആ അതില് സ്ലിപ്പ്. എന്തിനാണല്ലേ ഒരു ശുക്രിയക്ക് ഇത്ര ദിവസം എന്നാണ് നമ്മുടെ ജിതുകുട്ടി ഇപ്പൊ ചിന്തിക്കുന്നത്. വെറുതെ എന്നെ പ്രശ്നത്തിലാക്കാനായിട്ട് നമുക്ക് വിദ്യാർത്ഥി എടുത്ത് ചോദിക്കാം കേട്ടോ, എന്താണ് ഇതിന് കാരണം? അത് വന്ന് ചോദിക്കണം കേട്ടോ. ചോദിക്കാം. Why this സംഗതി ഇൻ ശുക്രിയ. നല്ല ഉറപ്പുണ്ടായിരുന്നു പാടിയാന്. ആ ഒരു ഉറപ്പ് വേണമല്ലോ, ഒരു പാട്ട് പാടുമ്പോഴത്തേക്കും അതിന്റെ ജോണർ അനുസരിച്ചുള്ള ഒരു ഉറപ്പ് വേണം. അത് നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും കൂടെ ഉഗ്രനായിട്ട് അസോസിയേറ്റ് ചെയ്തു, കോർഡിനേറ്റ് ചെയ്തു, എനർജി കൊണ്ടുവന്നു, റിതമിക് ആയിരുന്നു. അപ്പോൾ സംഗതികളെല്ലാം ഒന്നിച്ചുണ്ടായിരുന്നു. ഈ പറഞ്ഞ സംഗതി കുറച്ച് സ്ലിപ്പായി പോയി. ക്ലാരിറ്റി അത് വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. അത് കുഴപ്പമില്ല. ഇനിയും തിരിച്ചു പോയി ശുക്രിയ എന്നൊരു 10 പ്രാവശ്യം രണ്ടുപേരും പറഞ്ഞു നോക്കിയാൽ മതി, അപ്പത്തേക്ക് ശരിയാകും കേട്ടാ. അപ്പൊ ശ്രീകുട്ടി, ജിതകുട്ടി രണ്ടുപേരും കലക്കി. നല്ല എൻജോയ് ചെയ്ത് പാടി രണ്ടുപേരും. അങ്ങനെ നിങ്ങൾ എൻജോയ് ചെയ്ത് പാടിയോണ്ട് തന്നെ ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പ്രേക്ഷകർ അത് എൻജോയ് ചെയ്തിട്ടുണ്ടാവും എന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ എന്തായാലും കൊള്ളാം, നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, കെമിസ്ട്രി നന്നായിരുന്നു. ശ്രീകുട്ടി പൊതുവെ ചമ്മൽ ഡാൻസ് കളിക്കാൻ ചമ്മലുള്ള ശ്രീകുട്ടി എങ്ങനെ ഇന്ന് ഡാൻസ് എല്ലാം കളിച്ചു? മധുചേട്ടാ അത് പണ്ട് സമയത്തിന് സ്റ്റാർട്ട് ചെയ്തോ? ഇതിനു മുമ്പ് ഏതിലാ ഡാൻസ് ചെയ്തേ? ഇത് മധുസറുള്ളപ്പോ ഒരു പ്രാവശ്യം ഡാൻസ് അതെ അത് ചെറിയ മെയ് മാസം. അതെ അതിൽ അത്യാവശ്യം ചെയ്തിരുന്നു. പക്ഷെ ഇങ്ങനെ ഇത്രയും എന്താ പറയാ ഫ്രീ ആയിട്ട് മുഖത്ത് യാതൊരു ടെൻഷനും ഇല്ലാതെ
ഡാൻസ് ചെയ്തത് ചിലപ്പോൾ ജീതയും കൂടി കൂടെ ഉള്ളതുകൊണ്ടാണോ? അങ്ങനെ മാത്രമല്ല, നിർത്തണം എന്ന് പറഞ്ഞപ്പോ നിർത്താറില്ല ഡാൻസ് ഒന്നും. ഇപ്പൊ പാട്ട് മാറി ഡാൻസിലേക്ക് ആയോ ശ്രദ്ധ? ശ്രീകുട്ടി എൻജോയ് ചെയ്യുന്നുണ്ട്, രണ്ടും എൻജോയ് നന്നായിരുന്നു, ചെയ്യുന്നുണ്ട്. ഉഗ്രനായിരുന്നു. ആരുടെ കൊറിയോഗ്രാഫി, ആരുടെ കൊറിയോഗ്രാഫി? രണ്ടുപേരും കൂടി ചേർന്നാണോ? ഓ ഓക്കെ, വെരി നൈസ്, വെരി നല്ല ഗ്രേസ് ഉണ്ടായിരുന്നു ആ മൂവ്മെന്റ്സിന്. കൊള്ളാം, നന്നായിരുന്നു. പിന്നെ പാട്ട് വളരെ മനോഹരമായിട്ട് പാടി. പിന്നെ ശുക്രിയയുടെ സംഗതി രണ്ടുപേരും അതൊന്നും കൂടി ക്ലാരിറ്റി വരണം. ഇത് അവസാനത്തെ അനുപല്ലവിയുടെ എൻഡിലും ചരണത്തിൻ്റെ എൻഡിലും വരുന്ന ശുക്രിയ, ഇതൊക്കെയാണ് എനിക്ക് തോന്നിയത്. ഇത് ഈ പാട്ടൊന്നും അധികം റിയാലിറ്റി ഷോസിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള പാട്ടൊക്കെ ഇവിടെ കൊണ്ടുവന്ന് പാടുന്നതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. ഞാൻ സ്പെഷ്യലി അപ്രീഷിയേറ്റ് ചെയ്യണം ആ കാര്യത്തിൽ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി നൈസ്. അപ്പോൾ നന്നായിരുന്നു, ഞങ്ങൾ നല്ല എൻജോയ് ചെയ്തു. ഓക്കെ ഓക്കെ. ശ്രീകുട്ടി ആൻഡ് ജിതക്കുട്ടി, നല്ല സൂപ്പർ സെലക്ഷൻ. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ വേണ്ടിയിട്ട്. അത് എന്റെ ഫേവറേറ്റ് പാട്ടും കൂടിയാണ്. എനിക്കൊന്ന് ഈ മൂവിയിൽ ഒരുപാട് പാട്ടുകളുണ്ട്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇത് ഇറങ്ങിയ സമയത്ത് മിക്ക ഗാനമേളകളിലും ഈ പാട്ടുണ്ടായിരുന്നു. ഈ പാട്ട് ഇത് ഇപ്പോഴും പാടാറുണ്ട്, ഞാൻ ഇഷ്ടം പോലെ പാടിയിട്ടുണ്ട്. ഇപ്പോഴും പാടുന്നുണ്ട് ആളുകൾ, ഇപ്പോഴും ഒരുപാട് ഈ പാട്ടുകൾ പാടും. അതും പാടുന്നു. അതിന്റെ കന്നഡയൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് പാട്ടുകളുണ്ട്. അതിൽ ഇതും ഒരു ഡിഫറെന്റ് ആയിട്ടിരിക്കുന്ന ഒരു പാട്ടാണ്. എസ്പെഷ്യലി അത് നിങ്ങൾ പാടുന്നു എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം പെർഫോമൻസ് അതിൽ വരുന്നുള്ളതാണ് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊതിച്ചിരിക്കുന്നത്. അപ്പൊ ആ മോഡുലേഷൻസ് ഒക്കെ വന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. അത് കറക്റ്റ് നല്ല എഫക്റ്റീവ്ലി ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് പറ്റിയൊരു സെലക്ഷൻ, അതായത് നിങ്ങളുടെ രണ്ടുപേരുടെയും ടാലൻറ്റ്സ് ഷോക്കേസ് ചെയ്യാൻ പറ്റിയൊരു സെലക്ഷൻ. ഒരുപോലെ അതങ്ങ് സ്പ്ലിറ്റ് ചെയ്ത് ഒരുപോലെ അങ്ങ് പാടിയെടുത്തപ്പോഴത്തേക്ക് അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇന്നത്തെ കോസ്റ്റ്യൂമും ഇഷ്ടപ്പെട്ടു. സോ ഗുഡ്, വെരി മാച്ചിങ്. മാത്രമല്ല ഹെയർ സ്റ്റൈലും ആ ഷർട്ടും ഇതൊക്കെ നല്ല സൂപ്പർ ആയിട്ടുണ്ട്. പിന്നെ തോന്നിയത് രണ്ടുപേരുടെയും വോയിസിന് നല്ല ക്ലാരിറ്റി വന്ന പോലെ തോന്നിയത്. പിന്നെ ഈ ഗിവ് ആൻഡ് ടേക്ക് പോലത്തെ ഒരു പെർഫോം ചെയ്യുമ്പോൾ തന്നെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ കണ്ണിൽ നോക്കി ഇങ്ങനെ പാടുമ്പോഴത്തേക്കൊക്കെ മൊത്തത്തിൽ നല്ല എഫേർട്ട്ലെസ് ആയിരുന്നു, നല്ല ഇന്ററാക്റ്റീവ് ആയിരുന്നു, നല്ല പെർഫെക്റ്റ് പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. പിന്നെ എനിക്കും ഈ പറഞ്ഞ പോലെ ലിറിക്സ് മിസ്സായത്, പിന്നെ ലോഡ് ഷെഡിങ് മിസ്സായതും, പിന്നെ ലാസ്റ്റത്തെ ശുക്രിയ അനുപല്ലവിത്തെ ചരണത്തിലെയും മാത്രമാണ് ഒരു പ്രശ്നമായി തോന്നിയത്. ബാക്കിയൊക്കെ മിടുക്കികളായിട്ട് പെർഫോം ചെയ്തു. ഓക്കെ, അടിപൊളിയാണേ. ഓൾ ദി ബെസ്റ്റ്. ചിത്തൂട്ടി അല്ലേ, അക്ഷരം പറയും. അപ്പൊ ദുബായിലായിരുന്നു അല്ലേ? അതെ. അപ്പൊ ദുബായിലൊക്കെ ശുക്രാൻ എന്ന് പറയില്ലേ? അർത്ഥം എന്താ? താങ്ക് യു. അപ്പൊ ഈ ശുക്രൻ എന്നുള്ള ആ അറബിക് വാക്കുണ്ടല്ലോ, അതാണ് പിന്നെ പേർഷ്യൻ ആയിട്ട് മാറി, പിന്നെ ഉറുദു ആയിട്ട് മാറി, പിന്നെ ഹിന്ദി ആയിട്ട് മാറിയിട്ട് ശുക്രിയ എന്ന് വന്നിരിക്കുന്നത് അല്ലെ? അപ്പൊ മാർക്ക് തരുന്നതിന് മുമ്പ് ഒരു ശുക്രിയും കൂടെ. So Jidu going to be awarded 97.5 out of 100. And our own Shreya going to be awarded 97 out of 100. Thank you. Bye. Bye. Tata, good night. മധുങ്ങളെ, ഇനി വരാൻ പോണത് MJ സാറിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മനസ്സിലായി തിരുവനന്തപുരം അടുത്ത അമൃതം. സുപ്രഭാതം. അപ്പൊ ലെറ്റ്സ് വെൽക്കം അമൃത ചേച്ചി ഓൺ സ്റ്റേജ്. വെൽക്കം ചേച്ചി. ഹായ് അമൃതം ചേച്ചി, വീട്ടിൽ എന്തൊരു വിശേഷങ്ങള്? വീട്ടിൽ അങ്ങനെ വിശേഷങ്ങളൊന്നുമില്ല. അനിയത്തിക്കുട്ടി എന്തൊരു പറയണ്? അനിയത്തിക്കുട്ടി സുഖമായിട്ടിരിക്കുന്നു. കരിമോം എന്ത് പറയണ്? തിരുവല്ലം. കരിമോം തിരുവല്ലം. അവിടെയൊക്കെ എല്ലാവർക്കും സുഖം തന്നെ? എല്ലാവർക്കും സുഖം. ഹായ് മധു അങ്കിൾ. ഹായ്. കൊറേ നാളായല്ലോ കണ്ടിട്ട്. മൈലാഞ്ചിയോ? വെറുതെ ഇട്ടാണോ? ഇതെന്താ ഒറ്റയ്ക്ക് വരച്ചതാ? ഇത് മൈലാഞ്ചി അരച്ചിട്ട് ചുമ്മാ പൊത്തി വെച്ചോ കയ്യില്? അല്ലല്ല, ഞാൻ ഡിസൈൻ ചെയ്തതാണ്. എന്നിട്ടോ ശരിയാവാനായിട്ട് അത് വെച്ചിട്ട് ഇങ്ങനെ മായ്ച്ചോ? അതാണ് സംഭവിച്ചത്. ഉദ്ദേശിച്ചത് ഞാൻ കുറച്ച് പൂക്കളൊക്കെ പറഞ്ഞ ഒരു ഡിസൈനാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അത് കറക്റ്റ് ആയില്ല. അപ്പൊ എന്താ ഇപ്പൊ? എന്തായാലും കൊള്ളാം. സുപ്രഭാതം. എന്തോ പേടിയുണ്ടോ? ഏത് പാട്ട് കിട്ടും? ചെറുതായിട്ടുണ്ട്. ചെറുതായിട്ട് പേടിയുണ്ട്. പണി കിട്ടുമെന്ന് പേടിയുണ്ടോ? പണി കിട്ടും ചിലപ്പോ. ആണല്ലേ? അത് പേടിയുണ്ടോ? അത് നല്ല പേടിയുണ്ട്. യെസ്, അപ്പൊ നമുക്ക് നോക്കാം.
അപ്പൊ സെലക്ട് ചെയ്ത 4 പേരും റെഡിയാണ്. സെലക്ട് ചെയ്തു. ആര്യ ചേച്ചി. എന്തുകൊണ്ട് ആര്യ ചേച്ചി? ആര്യ ചേച്ചിന്റെ ഡാൻസ് പെർഫോമൻസ് ഒക്കെ എനിക്ക് ഇഷ്ടമാണ്. ഡാൻസോ? സ്റ്റേജ് പെർഫോമൻസ് ഇല്ലേ, എവിടെ കണ്ടല്ലേ? അത് സാധാ മറ്റേ ആര്യ ചേച്ചിയുടെ ഇൻസ്റ്റയിലൊക്കെ പിന്നെ കുളത്തിൽ പോയി ചാടുന്നത്, എഴുന്നേറ്റ് വരുന്നത്. കുളത്തിൽ ചാടിയിട്ട് വന്നതാണ്. അയ്യോ, എനിക്ക് കുളത്തിൽ ചാടാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അടിയിൽ കുറെ കമന്റ് ഉണ്ട്, യശോദേ. യെസ്, അപ്പൊ നോക്കാം പണി കിട്ടുമോ നോക്കാം നമുക്ക്. മാജിക്കൽ മെലഡീസ്. രക്ഷപ്പെട്ടു. അപ്പൊ ഏത് പാട്ടാ പാടാൻ പോണേ? മതിമോനം വീണേ പാടും. ആ പാട്ട് മതി, അത് തന്നെ പാടിയാ മതി. ഓക്കെ, പാടിക്കോ. അപ്പൊ എല്ലാവരും അമൃത ചേച്ചിക്ക് വേണ്ടി വോട്ട് ചെയ്യാ. സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. മതിമൗനം വീണേ പാടൂ, മധുരം നിൻരാഗാലാപം, സഗമധനി സദനി രമഗമ സദനി സമാ, മതിമൗനം വീണേ പാടൂ, മധുരം നിൻരാഗാലാപം.
വെരി നൈസ്, വെരി നൈസ്, Thank you. വെരി ഗുഡ്, വെരി ഗുഡ്. അമൃതം, എന്തോ സുപ്രഭാതം, എന്തോ ഉഗ്രൻ. Thank you. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം ആ വോയിസ്. താങ്ക് യു. എന്ത് രസ ആ വോയിസ് കേൾക്കാൻ. മതിമൗനം വീണേ പാടൂ മധുരം നിൻരാഗാലാപം കൊതികൊള്ളും പൂവിൻ കാതിൽ കിളി ചൊല്ലും മന്ത്രം പോലെ. സ്വരങ്ങൾ പാടിയത് നന്നായിരുന്നു. താങ്ക് യു. പിന്നെ മതിമൗനം വീണേ പാടു, എന്ത് രസമായിരുന്നു അത് കേൾക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ. താങ്ക് യു. പിന്നെ ഭൂരിഭാഗം പല സ്ഥലങ്ങളും എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ചെറിയ സംഗതികൾ സ്ലിപ്പായി പോയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. ഞാനത് റിഹേഴ്സലിൻ്റെ സമയത്ത് വിചാരിച്ചത് ഫുൾ മാർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് ഞാനിങ്ങനെ സംസാരിച്ചിരുന്നു. പക്ഷേ പാടി വന്നപ്പോൾ അവിടെ കുറച്ച് സംഗതികൾ സ്ലിപ്പായി. ചരണമാണ് എനിക്ക് കുറേ കൂടി ഇഷ്ടപ്പെട്ടത് അനുപല്ലവിയേക്കാളും. പ്രശ്നങ്ങൾ പറ്റിയ സ്ഥലം ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിളി ചൊല്ലും മന്ത്രം പോലെ പല്ലവിയിൽ. അതെങ്ങനെയാ? കിളി ചൊല്ലും മന്ത്രം പോലെ. ഇപ്പൊ വന്നു, ഇപ്പൊ കറക്റ്റായി. സെക്കൻഡ് ടൈം അല്ലേ? അതെ അതെ അതെ. അത് ലാസ്റ്റ് പല്ലവിയിൽ വന്നിരുന്നു. ഈ ഫസ്റ്റ് പല്ലവിയിലാണ് അത് സ്ലിപ്പായി പോയി. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്ലിപ്പായി പോയ സ്ഥലം എന്നുള്ളത് ഉൾപ്പൂവിൻ ഗന്ധം. അതെങ്ങനെ? കൈക്കൊള്ളുതാരൻ ഉൾപ്പൂവിൻ ഗന്ധം 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 യെസ് യെസ് യെസ്. രാഗേന്ദു കേൾക്കേ എന്ന് പറഞ്ഞ അത് ഇതേ ട്യൂണാണോ? അതെ 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 അതെ. അതും കൂടെ പാടിക്കേ. ചരണത്തിൽ. താരങ്ങൾ കേൾക്കേ രാഗേന്ദു കേൾക്കേ രാഗേന്ദു കേൾക്കേ. പക്ഷെ ടേക്കിൽ ഇതിനേക്കാളും നന്നായിരുന്നു കേട്ടോ. ഇതിനേക്കാളും ബെറ്റർ ആയിരുന്നു. അനുപല്ലവിയിലാണ് കുറേ കൂടി പ്രശ്നം എനിക്ക് തോന്നിയത്, ഗന്ധത്തിൽ. അപ്പൊ പാടിപ്പിച്ചില്ലേ അതില്. പിന്നെ ഇടയ്ക്ക് വന്ന സ്വരം കുറച്ചും കൂടി ഒന്ന് ക്ലാരിറ്റി വന്നാൽ നല്ലായിരുന്നു. ചരണത്തിന് മുമ്പ് വന്ന് ഞാൻ ഇടയ്ക്ക് ആഹാ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ അതെ അതെ അതെ. പക്ഷെ ചരണം ഉണ്ടല്ലോ സൂപ്പറായിരുന്നു. താങ്ക് യു. സ്നേഹിക്കും ആത്മാവിൻ തേൻമൊഴിയെല്ലാം വെരി നൈസ്. അതുപോലെ തന്നെ ആരോടും ചൊല്ലാത്തൊരാശകളെല്ലാം വെരി നൈസ്. ബാക്കിയെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. സൂപ്പറായിട്ട് പാടി. താങ്ക് യു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ചിത്ര ചേച്ചി പാടിയതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് ഈ സിനിമയിൽ. പിന്നെ ഒരു കാര്യം വിട്ടുപോയത്, ചിത്ര ചേച്ചി പാടിയതിൽ ഒരു മോഡുലേഷൻ ഉണ്ട്. നിൻ തന്തി മീട്ടി ഞാൻ അങ്ങനൊരു സംഭവമുണ്ട്. അതൊന്നുകൂടി ഭംഗിയാക്കായിരുന്നു അങ്ങനെ പാടിയിരുന്നെങ്കിൽ. ഒന്ന് പാടി കേട്ടെ. അങ്ങനെ വന്നാൽ നല്ലതായിരിക്കും കേട്ടോ. അത് എല്ലായിടത്തും അതേ ഉള്ളൂ പറയാൻ. ബാക്കിയെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ശബ്ദത്തിന്റെ ഒരു ആരാധകനാണ് ഞാൻ. നമ്മൾ പാടുമ്പോൾ നമ്മുടെ ശബ്ദം എത്ര കൊടുക്കണം, എത്ര അധികം കൊടുക്കേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പാട്ടനുസരിച്ചാണ്, പാട്ടിന്റെ രീതി അനുസരിച്ചാണ്, പാട്ടിന്റെ ശൈലി അനുസരിച്ചാണ്, പാട്ടിന്റെ ആർദ്രത അനുസരിച്ചാണ്. ഇന്ന് ഈ ശബ്ദം ഒത്തിരി ആർദ്രമായിരുന്നു. കറക്റ്റ്. നനുത്ത സ്പർശം എന്നൊക്കെ പറയില്ലേ, നനുത്ത്, അങ്ങനെ നനുത്ത് പാടി. അതാണ്, അത് പ്രത്യേകതയാണ് കേട്ടോ. അമൃതക്കുട്ടി ഇത്രയും നനുത്ത സ്പർശത്തിൽ ഇതുവരെ ഒരു പാട്ട് പാടിയിട്ടില്ല. ഒരുപക്ഷെ അത്തരം പാട്ടുകൾക്ക് അതിന്റെ ആവശ്യമില്ലായിരുന്നെങ്കിൽ. പക്ഷെ ഈ പാട്ടിൽ നമ്മൾ തൊടുന്നുണ്ട്, പക്ഷെ തൊടുന്നില്ല, തൊടാതെ തൊടുന്നത് പോലെയുള്ളൊരു ഫീലാണ്. അതുകൊണ്ടാണ് മധുങ്ങൾ പറഞ്ഞ വോയിസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത്. അത് തന്നെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എത്ര കൊടുക്കണം, എത്ര വോളിയം, അതിൻ്റെ ധാരകൾ അല്ലെങ്കിൽ തരംഗങ്ങൾ, ഇങ്ങനെ ശബ്ദം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഈ വോക്കൽ കോഡ് എന്ന് പറയുമ്പോഴത്തേക്കും 2 ഫ്ലാപ്പാണ്. ആ ഫ്ലാപ്പിൽ കൂടെ കാറ്റ് പോകുമ്പോഴാണ് നമുക്ക് ശബ്ദം ഉണ്ടാകുന്നത്. പക്ഷെ മ്യൂസിക് അവിടെ നിന്നല്ല, അത് നമ്മുടെ പെരിഫറൽ അല്ലെങ്കിൽ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്നാണ് മ്യൂസിക്കിലേക്ക് ഈ ശബ്ദത്തിന്റെ കൺവേർഷൻ വരണം. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അത് കൊടുക്കേണ്ടത് എന്നുള്ളത് മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പം നെർവസ് ആയിട്ടൊക്കെ പാടുമ്പോൾ നമ്മുടെ വോയിസ് ടൈറ്റ് ആവും, ബ്രത്ത് കിട്ടാതെ വരും. ഇതൊക്കെ ഇതുകൊണ്ടാണ്. നമ്മൾ നെർവസ് സിസ്റ്റമായിട്ട് ഭയങ്കര ബന്ധമാണ് നമ്മുടെ മ്യൂസിക് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? അത് കൃത്യമായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് ഇങ്ങനെയുള്ളത്. അത് സഭാഷാണ്. തീർച്ചയായിട്ടും. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരികൾ എന്തിനീ മൗനം, എന്തിനീ നാണം എന്നുള്ളത് തന്നെയാണ്. അത് ഹുക്ക് ലൈനായിട്ട് വരുന്നുണ്ട്, എല്ലാ സ്ഥലത്തും വരുന്നുണ്ട്. അത് വളരെ സബ്ലൈമായിട്ട് അതിനെ ക്യാരി ചെയ്തിട്ടുണ്ട്. ഒരു നല്ല ഒരു ചെറിയ ഒരു ചിരാതില് ഒരു
ചെറിയ പ്രകാശം ഇങ്ങനെ കൊണ്ട് നടക്കുന്ന പോലെ കൈവെള്ളയിൽ കുഞ്ഞത് കൊണ്ട് നടന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് വെരി ഗുഡ്. പിന്നെ ഈ സ്ലിപ്പുകളുണ്ടല്ലോ, അത് നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാം? ചെറിയ ടെൻഷൻ ഉണ്ടോ? ഇല്ലായിരുന്നു. സാധാരണ അങ്ങനെ ടെൻഷൻ ഉണ്ടാവാറുണ്ടോ അമൃതക്കുട്ടിക്ക്? ഇല്ല. ഈ പാട്ട് എങ്ങനെ നമുക്ക് നേരിടാൻ പറ്റും എന്നൊക്കെ വിചാരിക്കാറുണ്ടോ? ഇല്ല. ഇല്ല. പാടുമ്പോ ടെൻഷൻ ഉണ്ടോ? ഇല്ല. ഇല്ല. അപ്പൊ അതുകൊണ്ട് ആ ടെൻഷൻ കൊണ്ടല്ല ഈ സംഗതികൾ ഇങ്ങനെ സ്ലിപ്പ് ചെയ്യുന്നതെന്ന് മനസ്സിലായി. അപ്പൊ അങ്ങനെയാണെങ്കിൽ പ്രാക്ടീസ് കൂടുതൽ വേണം. സംഗതികൾ പാടി പ്രാക്ടീസ് ചെയ്യണം. അത് മധുവങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ മധുവങ്ങൾ കൃത്യമായിട്ട് അതിന്റെ ഒരു വിവരണം തരും, എങ്ങനെയാണ് അതിലേക്ക് അപ്രോച്ച് ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ സ്വരം പാടിയത് എനിക്ക് കുഴപ്പമില്ലെന്ന് തോന്നി. പക്ഷെ അത് കുറച്ചുകൂടെ ഓതന്റിക് ആയിട്ട് ആ നോട്ട്സിന്റെ കറക്റ്റ് ഫ്രീക്വൻസിയിൽ എത്തിയിരുന്നെങ്കിൽ നന്നായിരുന്നു. ഒന്ന് പാടാമോ? അതാണ്. മദമഗ മദമഗ മദനിത മഗ. അവിടെ നേരത്തെ പാടിപ്പോയ അമ്മ അവിടെ വ്യത്യാസമാണ്. അടുത്തത് സഗമദ സഗമധനി സധാ സഗമധനി സനി ധനി സസാ നിരി സ ധനി സഗാ സ സാ സധ ധ ധ ഗ. ഓക്കെ, അതൊക്കെ നന്നായി കേട്ടോ. അപ്പൊ അങ്ങനെ 1-2 സ്ലിപ്സ് ഉണ്ടായിരുന്നു നമ്മുടെ സ്വരത്തിൽ. പിന്നെ ഞാൻ ഈ പാട്ടിങ്ങനെ കേൾക്കുമ്പോഴത്തേക്കും ഒരു പാട്ട് മതി എന്നുള്ള രീതിയിൽ തുടങ്ങുന്ന ഒരു പാട്ട് വളരെ റെയറാണ്. അങ്ങനെ മതി എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ മതി എന്ന് പറഞ്ഞാൽ പല അർത്ഥമുണ്ട് കേട്ടോ. ബിരിയാണി വിളമ്പി, അപ്പൊ നമ്മൾ ഇനി മതി, ഇനി വേണ്ട, എനിക്കിത് ഇത്രയും മതി എന്ന് പറയുന്നത്. മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധി എന്നുള്ള അർത്ഥമുണ്ട്. മതിഭ്രമം എന്ന് പറഞ്ഞാൽ എന്താ? ബുദ്ധി ഭ്രമം എന്ന് പറയുന്നത്. അപ്പൊ ആ രീതിയിൽ മതി. വേറൊരു മതി എന്ന് പറയുന്നത് ചന്ദ്രനെ മതി. ഇപ്പൊ മുഴുമതി എന്ന് പറഞ്ഞാൽ പൗർണമിയിലെ ചന്ദ്രൻ മുഴുമതി എന്ന് പറയുന്നത്. ഇപ്പൊ മതിയാവോളം എന്ന് നമ്മൾ പറഞ്ഞാൽ നമുക്ക് വേണ്ടിടത്തോളം, ഇനി വേണ്ട എന്ന് തോന്നുന്നത് വരയ്ക്കും എന്നുള്ളതാണ് മതിയാവോളം. അപ്പൊ ഇപ്പൊ ഇതില് മതി എന്ന് പറഞ്ഞാൽ ഏതർത്ഥത്തിലാണ്? മതിയാവോളം അല്ല, മൗനം മതി. മൗനം മതി എന്നാണ്. അതാണ് മൗനം മതി. ഇത്രയും നേരം സൈലന്റ് ആയിരുന്നു വീണേ. ഇത്രയും നാളും നീ സൈലന്റ് ആയിരുന്നു എന്റെ വീണേ. മതി മൗനം, നിന്റെ മതി മൗനം, നീ പാടൂ. നിന്റെ ഗാനാലാപം വളരെ മധുരമാണല്ലോ. പാടിന്റ് യു സിംഗ്. അതാണ്. അപ്പൊ അത് പ്രണയമായിട്ടും ആ കഥാ സന്ദർഭമായിട്ടും ആ ഒരു സൈലൻസിലേക്ക് അവർ വരികയും അങ്ങനെയല്ല, ഇനി ആ സൈലൻസ് മാറിപ്പോകണം എന്ന് പറയത്തക്ക രീതിയിലായിരിക്കണം സിനിമയിൽ അത് കാണുന്നത്. അപ്പൊ മതി എന്ന് പറഞ്ഞ ഈ അർത്ഥത്തിൽ പ്രയോഗിച്ചിരിക്കുന്ന വേറൊരു പാട്ടുണ്ടോ എനിക്ക് സംശയമുണ്ട്. അതും കൂടെ ഇതിന്റെ ഒരു വലിയ ബ്യൂട്ടിഫുൾ പ്രത്യേകതയായിട്ട് തോന്നി. അതുപോലെ തന്നെ ഉത്തം സിംഗ് എന്ന് പറയുന്നത് നല്ലൊരു മ്യൂസിക് ഡയറക്ടറാണ്, അറേഞ്ചറാണ്. രാജാസാറിന്റെ വലിയ അതിന്റെയൊക്കെ സംഗീത സംവിധായകനാണ്. അതെ അതെ. പിന്നെ രാജാസാറിന്റെ വളരെ അടുത്ത സുഹൃത്താണ്. രാജാസാറിന് വേണ്ടിയിട്ട് മ്യൂസിക് അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്, കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് കുറേ വർഷങ്ങൾക്ക് മുമ്പ് രാജാസാറിന്റെ കൂടെ ഞാൻ ആദ്യത്തെ ട്രിപ്പ് എന്നുള്ള ഇറ്റലിയിലേക്കാണ്. മൊഡേണ എന്ന് പറഞ്ഞ സ്ഥലത്ത്, അവിടെ ഓപ്പറ ഹൗസിലായിരുന്നു പ്രോഗ്രാം നടന്നത്. എക്സ്ക്ലൂസീവ്ലി ഫോർ ഇറ്റാലിയൻസ്, അവർക്ക് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അന്ന് ഉത്തം സിംഗും അദ്ദേഹത്തിൻ്റെ മകളും പ്രീതി ഉത്തം സിംഗും ഞങ്ങളുടെ പ്രോഗ്രാമിലുണ്ടായിരുന്നു. അത് ഇന്ത്യയിലെ സംഗീതം എങ്ങനെ ഉണ്ടായി എന്നുള്ള അതിൻ്റെ ഒരു ഡെമോ പ്രോഗ്രാമായിരുന്നു ആ പ്രോഗ്രാം. അന്ന് ഈ കുട്ടി ജനിക്കണത് മുതൽ അരിയിരിക്കണത്, പാടം കൊയ്യണത്, അങ്ങനെ പല കർണാടക സംഗീതം, അങ്ങനെ എല്ലാത്തിനെ പറ്റിയുള്ളൊരു അങ്ങനെ ഒരു പ്രോഗ്രാമായിരുന്നു അത്. അമൃതക്കുട്ടി, എന്തോ എനിക്കും പറയാനുള്ളത് ആ ഒരു ശബ്ദത്തിനെ പറ്റിയിട്ടാണ്. അത് വളരെയധികം ഇന്നസെൻസ് ക്യാരി ചെയ്യുന്ന ഒരു ശബ്ദമാണ് അമൃതക്കുട്ടിയുടെ. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പലപ്പോഴും. ആ ഒരു ഇന്നസെൻസിന്റെ കൂടെ ഇതുപോലത്തെ ഒരു ഇമോഷൻ, ഒരു പ്രണയം, അത് അല്ലെങ്കിൽ സ്നേഹം പോലത്തെ ഒരു ഇമോഷൻ കൂടെ വരുമ്പോഴത്തേക്കും അത് ഭയങ്കര പ്യോർ ആയിട്ടുള്ള ഒരു മാജിക്കൽ ആയിട്ട് അത് മാറുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു ഫീലാണ് ഇന്നും അമൃതക്കുട്ടി പാടിയപ്പോൾ കിട്ടിയത്. അത് ഈ പാട്ടിന് വളരെ 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 സ്യൂട്ടായിട്ടാണ് അമൃതക്കുട്ടിയുടെ ആ ശബ്ദം ഉള്ളത് കേട്ടോ. മിടുക്കിയായിട്ട് പാടി. ഒരുപാട് ഭാഗങ്ങൾ നല്ല രസമുണ്ടായിരുന്നു. എസ്പെഷ്യലി എന്തിനീ മൗനം എന്തിനീ നാണം. അത് ആ ചോദിക്കുന്നത് എന്തിനാണ് മൗനം, എന്തിനാണ് മിണ്ടാതിരിക്കുന്നത്, എന്തിനാണ് നാണിച്ചിരിക്കുന്നത് എന്ന് ആ ചോദിക്കുന്ന ആ ചോദ്യം അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ട് അമൃതക്കുട്ടി പാടി കേട്ടോ.
പിന്നെ ലാസ്റ്റ് പാർക്കിങ്ങിന്റെ അടുത്ത് എത്താനായപ്പം 3-4 റിപ്പീറ്റ് ഉണ്ടായിരുന്നില്ലേ? അതിൽ എനിക്ക് തോന്നുന്നു രണ്ടാമത്തെയോ മൂന്നാമത്തെയോ റിപ്പീറ്റിൽ ചെറുങ്ങനെ ഒരു ശ്രുതി പ്രശ്നം അവിടെയും ചെറുങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഫീൽ ചെയ്തത്. പക്ഷെ ഓവറോൾ നല്ല പെർഫോമൻസ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തു കേട്ടോ. മിടുക്കിയാണേ. അമൃതകുട്ടി, എന്തോ നമ്മൾ പാടുമ്പോഴത്തേക്കും എപ്പോഴും പറയാറില്ലേ ചില ശ്രുതിയുടെ പ്രശ്നങ്ങൾ, ചില സംഗതികളുടെ സ്ലിപ്പ്, ഇപ്പൊ സ്വരത്തിന്റെ ഇതെല്ലാം മനസ്സിലായല്ലോ. പക്ഷെ ഇതിനൊക്കെ മേലെ നമ്മൾ കാണുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എത്ര അധികം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പാട്ടിൽ പ്രത്യേകമായി എന്താണ് പുതുതായിട്ട് അമൃതക്കുട്ടിയിൽ നമുക്ക് കണ്ടെത്താൻ പറ്റിയത്? ഇത്തരം കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കുമ്പോഴത്തേക്കും ഐ തിങ്ക് വി ഹാവ് ടു അവാർഡ് യു 98.5 on 100. അമൃതകുട്ടി, എന്തോ ഇത്രയും മാർക്ക് കിട്ടി കഴിഞ്ഞാൽ പിന്നെ എന്താണ്? യു ആർ ദ പെർഫോമർ ഓഫ് ദ ഡേ. ഞാൻ തന്നെ അങ്ങോട്ട് വരാം. അപ്പൊ അമൃതക്കുട്ടിക്ക് നമ്മുടെ പവിഴം പ്രീമിയം കോക്കനട്ട് ഓയിൽ തരുന്ന ഒരു ചെറിയൊരു സമ്മാനം. ഒപ്പം ടോപ്പ് സിംഗറിന്റെ ലിറ്റിൽ സൂപ്പർ സ്റ്റാറിന് കിങ്ഡം ബോക്സിന്റെ ഒരു സ്റ്റൈലിഷ് ഗിഫ്റ്റ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ആ പാട്ടിലെ മൗനം കൊണ്ടുവന്നതിനാണ്. അതെ.